ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റെപ്പ് ടു ഡ്രീം. 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ അവസാന അധ്യായമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. 13ാമത്തെ അധ്യായം. വളരെ ചെറിയ പാഠമാണ്, കുറച്ച് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. 13ാമത്തെ അധ്യായം സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും എന്നാണ്. സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും എന്നാണ്. വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. നേരിട്ടോ അല്ലാതെയോ ആശയവിനിമയം നടത്തുകയും ചില ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്നുണ്ടാകുന്നവയാണ് സാമൂഹ്യ സംഘങ്ങൾ അഥവാ സോഷ്യൽ ഗ്രൂപ്പ്. അപ്പോൾ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ്? നേരിട്ടോ അല്ലാതെയോ ആശയവിനിമയം നടത്തുകയും കമ്മ്യൂണിക്കേഷൻ ചെയ്യുകയും ചില ലക്ഷ്യങ്ങളുണ്ടായിരിക്കും, ആ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ടോ അതിലധികമോ വ്യക്തികൾ ചേർന്നുണ്ടാകുന്നവയാണ് സാമൂഹ്യ സംഘങ്ങൾ അഥവാ സോഷ്യൽ ഗ്രൂപ്പ്. അംഗബലം, അംഗങ്ങളുടെ പരസ്പര ബന്ധം, പ്രവർത്തന മാർഗങ്ങൾ, നിർവഹണ ശ്രമങ്ങൾ തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി സാമൂഹ്യ സംഘങ്ങളെ രണ്ടായിട്ട് തിരിക്കാം. അപ്പോൾ അംഗബലം, അംഗങ്ങളുടെ പരസ്പര ബന്ധം, പ്രവർത്തന മാർഗങ്ങൾ, നിർവഹണ ശ്രമങ്ങൾ തുടങ്ങിയവയെ അടിസ്ഥാനമാക്കി സാമൂഹിക സംഘങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്നവരും മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരും പരസ്പരം സഹകരിക്കുന്നവരുമായ മനുഷ്യരുടെ ചെറു സംഘമാണ് പ്രാഥമിക സംഘം. അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്നവരും മുഖാമുഖം ആശയവിനിമയം നടത്തുന്നവരും പരസ്പരം സഹകരിക്കുന്നവരുമായ മനുഷ്യരുടെ ചെറു സംഘമാണ് പ്രാഥമിക സംഘം. പ്രാഥമിക സംഘത്തിൽ ഉൾപ്പെടുന്നത് കുടുംബം. കുടുംബം ഒരു സാമൂഹ്യ സംഘമാണ്, എന്നാൽ കുടുംബം ഒരു പ്രാഥമിക സംഘവുമാണ്. അംഗങ്ങളുടെ എണ്ണം കൂടുതലുള്ളതും ഔപചാരിക ബന്ധം പുലർത്തുന്നവരും പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുമായ സംഘങ്ങളാണ് ദ്വിതീയ സംഘം. എന്താണ് ദ്വിതീയ സംഘം? അംഗങ്ങളുടെ എണ്ണം കൂടുതലുണ്ടായിരിക്കും, ഔപചാരിക ബന്ധം ഉണ്ടായിരിക്കും, പൊതുവായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുമായിട്ടുള്ള സംഘങ്ങളും ആയിരിക്കും. ഇതാണ് ദ്വിതീയ സംഘം. ഈ ദ്വിതീയ സംഘത്തിന് ഉദാഹരണം ക്ലബ്ബ്, ഫുട്ബോൾ ടീം ഇങ്ങനെയൊക്കെ വരുന്നത് ദ്വിതീയ സംഘമാണ്. അപ്പോൾ ദ്വിതീയ സംഘത്തിന് ഉദാഹരണം ക്ലബ്ബുകൾ പറയാം, ഫുട്ബോൾ ടീം പറയാം, ഇതൊക്കെ പറയാം. സമാധാനപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനുമായി ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയും സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയും. എന്താണ് സാമൂഹ്യ നിയന്ത്രണം? സമാധാനപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനുമായി ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയുമാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. സാമൂഹ്യ നിയന്ത്രണം നടത്തുന്ന സാമൂഹ്യ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് കുടുംബം, മതം, വിദ്യാലയം, സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങൾ. ഇതെല്ലാം സാമൂഹ്യ നിയന്ത്രണം നടത്തുന്ന സമൂഹ സ്ഥാപനങ്ങളാണ്. കുടുംബത്തിലും ഒരുപാട് നിയന്ത്രണങ്ങൾ നടത്താറുണ്ടല്ലേ. വിദ്യാലയങ്ങളുമുണ്ട്. കുരുത്തക്കേടൊന്നും കാണിക്കാൻ പറ്റില്ല, അതിനൊക്കെ എന്ത് ചെയ്യും? നിയന്ത്രണം ഏർപ്പെടുത്തും അല്ലേ. അപ്പോൾ ചെയ്യാൻ പാടുള്ളവ പാടില്ലാത്തവ എന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. ഈ കുടുംബം, മതം, വിദ്യാലയം, സാമ്പത്തിക രാഷ്ട്രീയ സ്ഥാപനങ്ങളിലെല്ലാം സാമൂഹ്യ നിയന്ത്രണം ഉണ്ടായിരിക്കും. സാമൂഹ്യ നിയന്ത്രണം നടത്തുന്ന ഔപചാരിക സ്ഥാപനങ്ങളാണ് പോലീസ്, കോടതി, ജയിൽ, പട്ടാളം അല്ലേ. സാമൂഹ്യ നിയന്ത്രണം നടത്തുന്ന ഔദ്യോഗികപരമായിട്ടുള്ള ഔപചാരിക സ്ഥാപനങ്ങളാണ് പോലീസ്, കോടതി, ജയിൽ, പട്ടാളം ഇവയെല്ലാം. അർദ്ധസംഘങ്ങൾ എന്ന് പറഞ്ഞാൽ ആളുകളുടെ കൂട്ടത്തെ നമുക്ക് അർദ്ധസംഘം എന്ന് പറയാം. അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് നിയമങ്ങൾ, അത് ഔപചാരികമാണ്. അപ്പോൾ അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണങ്ങളുടെ കൂട്ടത്തിൽ നിയമങ്ങൾ ഉൾപ്പെടില്ല, കാരണം അത് ഔപചാരിക സാമൂഹ്യ നിയന്ത്രണമാണ് അല്ലേ. ഔപചാരിക സ്ഥാപനങ്ങളിൽ പോലീസ്, കോടതി, ജയിൽ, പട്ടാളം വരും. അതുപോലെ തന്നെ ഔപചാരിക സാമൂഹ്യ നിയമങ്ങളിലൂടെയാണ് നടപ്പാക്കുന്നത് അല്ലേ. അപ്പോൾ അത് അനൗപചാരിക സാമൂഹ്യ നിയന്ത്രണങ്ങളുടെ കൂട്ടത്തിൽ എന്ത് വരില്ല? നിയമങ്ങൾ വരില്ല. ഓക്കെ. നിശ്ചിതമായ ബന്ധങ്ങളൊന്നുമില്ലാത്ത, അതായത് നിരത്തിലിറങ്ങി അപകടം കണ്ടു നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, പിന്നെ സിനിമാ തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണുന്നവർ, പിന്നെ സ്റ്റേഡിയത്തിൽ കാഴ്ചക്കാരായിട്ടിരിക്കുന്നവർ, ഇങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തെ സാമൂഹിക സഞ്ചയനം, സോഷ്യൽ അഗ്രഗേറ്റ് അല്ലെങ്കിൽ അർദ്ധസംഘങ്ങൾ, കോസി ഗ്രൂപ്പ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇവർക്കിടയിൽ നിശ്ചിതമായിട്ടുള്ള ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല, ഒരു ബന്ധവും. അതായത് നിരത്തിലിറങ്ങി അപകടം കണ്ടുകൊണ്ട് നിൽക്കുന്നവർ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാവും? ഇല്ല.
പിന്നെ സിനിമാ തിയേറ്ററിൽ ഒരു ഫാമിലി പോകുമായിരിക്കും, പക്ഷേ എല്ലാവരും തമ്മിൽ ബന്ധം ഉണ്ടാവണമെന്നുണ്ടാവും ഇല്ല. അതുപോലെ തന്നെ സ്റ്റേഡിയത്തിലൊക്കെ കാഴ്ചക്കാരായിട്ടിരിക്കുന്നവർ അവരൊക്കെ പരസ്പരം ഒരു ബന്ധമില്ലാത്തവരായിരിക്കും അല്ലേ. അങ്ങനെയുള്ള കൂട്ടത്തെ സാമൂഹിക സഞ്ചയനം എന്ന് പറയാം, സോഷ്യൽ അഗ്രിഗേറ്റ് എന്ന് പറയാം, അർദ്ധസംഘങ്ങളെന്ന് പറയാം, കോസി ഗ്രൂപ്പ്സ് എന്ന് പറയാം. ഇങ്ങനെയൊക്കെ പറയാം. ഓക്കെ, ഇത്രയും പോയിന്റുകൾ മാത്രമാണ് ഇതിനകത്തുനിന്ന് നമുക്ക് അല്പമെങ്കിലും ശ്രദ്ധിച്ച് പഠിക്കാനുള്ളതായിട്ടുള്ളത്. വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. ചെറിയൊരു അധ്യായമാണ്. ഇതോടെ നമുക്ക് 8ാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം തീരുകയാണ്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് സയൻസാണ്, ബേസിക് സയൻസാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്